നമസ്കാരം, കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം. ഗാസയിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ദറാജിലെ അൽ തബയിൻ സ്കൂൾ കെട്ടിടത്തിൽ ഇസ്രായേൽ സേന നടത്തിയ ആക്രമണത്തിൽ ഹമാസിന്റെ നിരവധി നേതാക്കൾ, പ്രധാനപ്പെട്ട ഭീകരവാദികൾ കൊല്ലപ്പെട്ടു എന്നുള്ള വാർത്ത പുറത്തു വന്നതാണ്. എന്നാൽ അൽ ജസീറ അടക്കമുള്ള ഇസ്ലാമിക അനുകൂല മാധ്യമങ്ങൾ ലോകത്ത് പുറപ്പെടുവിച്ച കള്ളവാർത്ത എന്തായിരുന്നു? നൂറുകണക്കിന് അഭയാർത്ഥികൾ താമസിച്ചിരുന്ന ഒരു സ്കൂൾ കെട്ടിടം ഇസ്രായേലി സേന എയർ സ്ട്രൈക്കിലൂടെ നശിപ്പിച്ചു. നൂറുകണക്കിന് പാലസ്തീനികളും കുട്ടികളും കൊല്ലപ്പെട്ടു എന്ന തരത്തിലാണ് വാർത്തകൾ വന്നത്. ഇസ്രായേൽ ഹമാസ് ആക്രമണത്തിൽ, ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിൽ എത്രമാത്രം കള്ളവാർത്തകളാണ് ലോകത്ത് പുറത്തു വരുന്നത് എന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമായിരുന്നു അത്. അതിനെ പൊളിച്ചടുക്കി ഇസ്രായേലി സേന തന്നെ രംഗത്ത് വന്നു. ഇസ്രായേലി സേന കൃത്യമായ രേഖകൾ സഹിതം പറഞ്ഞു, ഞങ്ങളുടെ കൃത്യമായ നിരീക്ഷണങ്ങൾക്കൊടുവിലാണ് ആക്രമണം നടന്നത്. അവിടെ ഇസ്ലാമിക് ജിഹാദിൻ്റെ ബേസ് ക്യാമ്പായിരുന്നു, കമാൻഡ് സെൻറ്റർ ആയിരുന്നു ആ സ്കൂൾ. പുറമേക്ക് സ്കൂളുകളെന്ന് തോന്നിക്കുന്നുവെങ്കിലും അവിടെ കുട്ടികൾ പഠിക്കുകയോ അഭയാർത്ഥികൾ താമസിക്കുകയോ ചെയ്തിരുന്നില്ല. ആ സ്കൂൾ കെട്ടിടത്തിനുള്ളിൽ ഇസ്ലാമിക് ജിഹാദിൻ്റെ, ഹമാസിൻ്റെ വലിയ ബേസ് ക്യാമ്പും കമാൻഡ് ഓപ്പറേഷൻ സെൻറ്ററുമാണ് പ്രവർത്തിച്ചിരുന്നത്. ആ കമാൻഡ് ഓപ്പറേഷൻ സെൻറ്ററിനെ കൃത്യമായി നിരീക്ഷിച്ചുകൊണ്ടാണ് ഞങ്ങൾ ആ കെട്ടിടത്തിലേക്ക് ആക്രമണം നടത്തിയത്. ഇപ്പോൾ ഇതാ IDF-ന്റെ ഏറ്റവും പുതിയ വാർത്തകൾ പുറത്തു വന്നിരിക്കുന്നു. 12 പ്രധാനപ്പെട്ട ഹമാസിൻ്റെ ഭീകരവാദി നേതാക്കളെ ആ ആക്രമണത്തിൽ കൊലപ്പെടുത്തിയെന്ന് കൂടിയുള്ള തെളിവുകൾ പുറത്തുവിട്ടിരിക്കുകയാണ്. IDF 31 ഹമാസ് ഭീകരരെ അൽ തബയിൻ സ്കൂളിലേക്കുള്ള ആക്രമണത്തിൽ കൊലപ്പെടുത്തിയെന്ന നിർണായകമായ വിവരങ്ങളാണ് ഇപ്പോൾ ഇസ്രായേലി സേന പുറത്തുവിടുന്നത്. 31 ഇസ്ലാമിക ജിഹാദികൾ, ഇസ്ലാമിക ഭീകരവാദികൾ ഹമാസിൻ്റെ ഭീകരവാദി നേതാക്കളെ അൽ തബയിൻ സ്കൂളിലെ ആക്രമണത്തിൽ കൊലപ്പെടുത്തി. അൽ തബയിൻ സ്കൂളിലേക്ക് നടന്നത് ഒറ്റപ്പെട്ട ആക്രമണമല്ല, ഒരു അഭയാർത്ഥി ക്യാമ്പിലേക്ക് നടന്ന ആക്രമണമല്ല, മറിച്ച് കഴിഞ്ഞ എത്രയോ കാലങ്ങളായി ഇസ്രായേൽ സേനയ്ക്കെതിരെ നടക്കുന്ന ആക്രമണങ്ങളുടെ പ്രധാനപ്പെട്ട കേന്ദ്രമായിരുന്നു ഈ ഗാസ സിറ്റിയിലെ ദറാജിലുള്ള അൽ തബീൻ സ്കൂൾ. ആ അൽ തബീൻ സ്കൂളിലെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് ഇസ്ലാമിക ഭീകരവാദികളാണ്, ഹമാസിൻ്റെ ഭീകരവാദികളാണെന്ന് കൃത്യമായി പറയുകയാണ് ഇസ്രായേലി സേന. അവർ തെളിവുകൾ സഹിതമാണിപ്പോൾ വിവരങ്ങൾ പുറത്തുവിട്ടിരിക്കുന്നത്. ഓരോ ഭീകരവാദികളുടെയും പേരുകൾ സഹിതമുള്ള വിവരങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. ഈ ലോകത്തിലെ ഐക്യരാഷ്ട്രസഭയടക്കമുള്ള മുഴുവൻ വിഭാഗങ്ങളുടെയും പ്രതിഷേധങ്ങൾക്ക് എതിരെയുള്ള ശക്തമായ താക്കീതാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഹമാസിന്റെ പ്രധാനപ്പെട്ട പ്രാദേശിക നേതാക്കളാണ് കൊല്ലപ്പെട്ടവരിൽ അധികവും. അതിൽ 12 പേരുടെ പേരുകളും ചിത്രങ്ങളും സഹിതമുള്ള വാർത്തകളാണ് ഇപ്പോൾ ഇസ്രായേലി സേന തന്നെ പുറത്തുവിട്ടിരിക്കുന്നത്. അതിൽ ഒന്നാമത്തെ പേരുകാരൻ സനാദ് സുലൈമാൻ, രണ്ടാമത്തെ പേരുകാരൻ മുഹമ്മദ് റഹ്മാൻ, മൂന്നാമത്തെ ആൾ ബിലാൽ അഹമ്മദ്, നാലാമൻ ഹുസൈൻ അക്രം, അഞ്ചാമൻ നസീം സിയാദ് ബക്കർ, ആറാമത്തെ ആൾ യൂസുഫ് ഹസൻ, ഏഴാമത്തെ ആൾ ഒബൈദ ഹമാദ്, എട്ടാമത്തെ ആൾ ഹമാദ് മുഹമ്മദ്, ഒമ്പതാമത്തെ ആൾ മുഹമ്മദ് സാക്കി അബ്ദുൾ, പത്താമത്തെ ആൾ യൂസുഫ് മുഹമ്മദ്, 11-ാമൻ മഹമ്മൂദ് യാസർ, 12-ാമൻ വൈൽ സമി അബ്ദുള്ള. ഇവരെല്ലാം തന്നെ ഹമാസിന്റെ കൃത്യമായ ഭീകര പ്രവർത്തനത്തിൽ പങ്കുള്ളവരും ഹമാസിന്റെ പ്രാദേശികമായ ചുമതലയുള്ള ആളുകളുമാണെന്ന് ഈ രേഖകൾ വ്യക്തമാക്കുകയാണ്. ഇസ്രായേൽ സേന ഈ വാദങ്ങളെ പൊളിക്കുന്നത് ഇങ്ങനെയാണ്. കൃത്യമായി എത്രയോ കാലങ്ങളായി ഈ ലോകത്ത് വ്യാജ പ്രചരണം നടത്തിക്കൊണ്ട്, കള്ളപ്രചരണം നടത്തിക്കൊണ്ട് ജീവിക്കുന്ന ഒരു വിഭാഗമാണ് ഈ ഹമാസ്. അവരുടെ ഓപ്പറേഷൻ സെന്ററുകൾ പ്രവർത്തിക്കുന്ന എവിടെയാണ്? ഗാസയുടെ സ്കൂളുകൾക്ക് താഴെയാണ്, ഗാസയിലെ വൃദ്ധസദനങ്ങൾക്ക് താഴെയാണ്, ഗാസയിലെ ജനവാസ കേന്ദ്രങ്ങൾക്ക് താഴെയാണ്, ഗാസയിലെ അഭയാർത്ഥി ക്യാമ്പുകൾക്ക് താഴെയാണ്. അൽ നുജറ അഭയാർത്ഥി ക്യാമ്പിൽ എന്തായിരുന്നു? അൽ നുജറ അഭയാർത്ഥി ക്യാമ്പിലേക്ക് ഇസ്രായേൽ സേന ആക്രമണം നടത്തിയില്ല. അതിന് സമീപമുള്ള ഹമാസിന്റെ തുരങ്ക ശൃംഖലയിലേക്കാണ് അവിടെ ആക്രമണം നടത്തിയത്. ഖാൻ യൂണിസിൽ എന്താണ് സംഭവിച്ചത്? അതുപോലെ തന്നെ റഫേൽ എന്താണ് സംഭവിച്ചത്? 14 ലക്ഷത്തോളം വരുന്ന അഭയാർത്ഥികളോട് ഒഴിഞ്ഞു പോകാൻ ഇസ്രായേൽ സേന ആവശ്യപ്പെട്ടില്ലേ? അവിടെ ഒഴിഞ്ഞു പോകാതെ അവശേഷിക്കുന്ന 2 ലക്ഷത്തോളം പേർ ആരാണ്? അവർ ഹമാസിനെ പിന്തുണയ്ക്കുന്നവരാണ്.
അവരുടെ സംരക്ഷണയിലാണ് ഹമാസിന്റെ പ്രാദേശിക നേതാക്കൾ ബങ്കറുകളിൽ കഴിയുന്നത്. അപ്പോൾ ഇസ്രായേൽ എന്ന സേനയുടെ അത്യാധുനികമായ സംവിധാനങ്ങൾ, മോഡേൺ ടെക്നോളജി, AI സംവിധാനങ്ങൾ അവ തിരിച്ചടിക്കും. മനുഷ്യൻ ചിലപ്പോൾ മനുഷ്യത്വം ഉണ്ടാകാം, എന്നാൽ ആധുനിക സാങ്കേതിക വിദ്യയ്ക്ക് അതിൻ്റെ കൃത്യതയാണ് പ്രധാനം. ചിലപ്പോൾ മനുഷ്യത്വമൊക്കെ മറന്നിരിക്കും. അതാണ് ഇവിടെ സംഭവിച്ചത്. അൽതബൈൻ സ്കൂളിൽ ഗാസ സിറ്റിയിലെ ദറാജിലെ അൽതബൈൻ സ്കൂളിൽ കഴിഞ്ഞ ദിവസം നടത്തിയ ആക്രമണം അത് മാസങ്ങൾ നീണ്ട കൃത്യമായ പഠനത്തിന് ശേഷമാണെന്ന് ലോകത്തിന് മുന്നിൽ തെളിയിക്കുകയാണ് ഇസ്രായേലി സേന. പാലസ്തീൻ്റെയും അൽ ജസീറയുടെയും കള്ളപ്രചരണങ്ങൾ, നുണപ്രചരണങ്ങൾ പൊളിഞ്ഞടുങ്ങിയിരിക്കുന്നു. ഇനി അധികകാലം ഈ അറബ് മാധ്യമങ്ങൾക്ക് കള്ളം പറഞ്ഞ് മുന്നോട്ട് പോകാനാകില്ല. ഹമാസിന്റെ മുഖം മൂടി വലിച്ചു കീറിയിരിക്കുന്നു. ഇവിടെ ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിൽ അൽ ജസീറ പറയുന്ന കാര്യങ്ങൾ തൊണ്ട തൊടാതെ വിഴുങ്ങുന്ന മലയാള മാധ്യമങ്ങൾക്ക് മുന്നിൽ യാഥാർത്ഥ്യമാണ് പുറത്തു വരുന്നത്. ഓരോ നിമിഷവും ഇസ്രായേലി സേന, IDF, ഇസ്രായേലിൻ്റെ ഡിഫൻസ് ഫോഴ്സ് വ്യക്തമായ രേഖകളോടുകൂടി അവരുടെ ഭാഗം പറയുകയാണ്. സംഭവിച്ചത് ഇതാണ്. അവിടെ സ്കൂളുകളിലെ അഭയാർത്ഥികളെയല്ല കൊന്നത്, സ്കൂളുകളിലെ കുട്ടികളെയല്ല കൊന്നത്. നൂറുകണക്കിന് പേർ മരിച്ചു വീണു എന്ന് പറയുന്നത് വ്യാജ പ്രചരണമാണ്. അവിടെ ചത്തു വീണത് ഹമാസിൻ്റെ ഭീകരന്മാരാണ്, ഭീകരവാദ നേതാക്കളാണ്. വെറുതെ പറയുന്നതല്ല. കഴിഞ്ഞ ദിവസങ്ങളിൽ 19 പേരുടെ കാര്യങ്ങൾ പറഞ്ഞിരുന്നു. ഇന്ന് വീണ്ടും ഇതാ 12 പേരുടെ ചിത്രങ്ങൾ സഹിതം അവർ ഹമാസിൽ വഹിച്ചിരുന്ന പദവികൾ പോലും പറഞ്ഞുകൊണ്ടാണ് ഇസ്രായേലിൻ്റെ ഡിഫൻസ് ഫോഴ്സ് വിശദാംശങ്ങൾ പുറത്തുവിട്ടിരിക്കുന്നത്. ഇതിനെങ്ങനെയാണ് ഹമാസിനെ ഖണ്ഡിക്കാനാവുക? ഇതിനെങ്ങനെയാണ് ഖത്തറിന് ന്യായീകരിക്കാനാവുക? ഇതിനെതിരെ എങ്ങനെയാണ് ഈജിപ്തിന്, സിറിയയ്ക്ക്, ലെബനോന്, ഇറാന് മറുപടി പറയാനാകുക? അപ്പോൾ ഇസ്രായേൽ ചെയ്യുന്നതെല്ലാം വളരെ കൃത്യമായ പ്ലാനിങ്ങോടുകൂടിയാണ് എന്നുള്ളത് വ്യക്തമാണ്. പുറമേക്ക് സ്കൂളുകളെന്ന് തോന്നിക്കുന്നുവെങ്കിലും അവിടെ കുട്ടികൾ പഠിക്കുകയോ അഭയാർത്ഥികൾ താമസിക്കുകയോ ചെയ്തിരുന്നില്ല. ആ സ്കൂൾ കെട്ടിടത്തിനുള്ളിൽ ഇസ്ലാമിക് ജിഹാദിൻ്റെ, ഹമാസിൻ്റെ വലിയ ബേസ് ക്യാമ്പും കമാൻഡ് ഓപ്പറേഷൻ സെൻറ്ററുമാണ് പ്രവർത്തിച്ചിരുന്നത്. ആ കമാൻഡ് ഓപ്പറേഷൻ സെൻറ്ററിനെ കൃത്യമായി നിരീക്ഷിച്ചുകൊണ്ടാണ് ഞങ്ങൾ ആ കെട്ടിടത്തിലേക്ക് ആക്രമണം നടത്തിയത്. ഇപ്പോൾ ഇത് IDFൻ്റെ ഏറ്റവും പുതിയ വാർത്തകൾ പുറത്തു വന്നിരിക്കുന്നു. 12 പ്രധാനപ്പെട്ട ഹമാസിൻ്റെ ഭീകരവാദി നേതാക്കളെ ആ ആക്രമണത്തിൽ കൊലപ്പെടുത്തിയെന്ന് കൂടിയുള്ള തെളിവുകൾ പുറത്തുവിട്ടിരിക്കുകയാണ്. IDF 31 ഹമാസ് ഭീകരരെ അൽതബൈൻ സ്കൂളിലേക്കുള്ള ആക്രമണത്തിൽ കൊലപ്പെടുത്തിയെന്ന നിർണായകമായ വിവരങ്ങളാണ് ഇപ്പോൾ ഇസ്രായേലി സേന പുറത്തുവിടുന്നത്.